ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ. എന്റെ ദൈവം തമ്പുരാൻ, ഇന്നെങ്കിലും പൈപ്പിൽ കൂടെ നല്ല വെള്ളം വന്നാൽ മതിയായിരുന്നു. ആൾക്കാർ വരുന്നവരൊന്നും തിരിച്ചു പോകാതെ ഇന്ന് ഇച്ചിരി റൂമൊക്കെ അങ്ങ് പോണേ ദൈവമേ. ഹലോ ഹലോ ഹലോ, കേക്കാവില്ലയാണോ? ആ കേക്കാവല്ലോ, പറഞ്ഞോ. കേക്കാവില്ലോ എന്നല്ല, പിന്നെ കേക്കാവില്ല ലോഡ്ജാണോ? ആ എന്നും പറഞ്ഞു തുടങ്ങിയതാ. എന്നായിരുന്നു? ഞങ്ങൾക്ക് റൂമുണ്ടോ അവിടെ? ഇല്ല, ഇത്രയും വലിയ കെട്ടിടം ഉണ്ടാക്കി ഇതിനകത്ത് ഞാൻ ഗുഹ പണിതിട്ടേക്കുവാണേ. നീ ഏതാ? റൂമുണ്ടോ? ആ റൂമുണ്ട്. അത് നമ്മുടെ കല്യാണ പാർട്ടി ആയിരുന്നേ. ആ കല്യാണ പാർട്ടിയാണോ സാറേ? പറഞ്ഞോ. ആ അതെ, നമുക്ക് എങ്ങനത്തെ സൈസ് ഒക്കെ റൂമുണ്ട്? ആ സാറേ, നമുക്ക് ഫാസി ഉണ്ട്, നോ ഫാസി ഉണ്ട്. അല്ല, AC ഉണ്ട്, നോൺ AC എന്നല്ലേ പറയേണ്ടത്? ആ AC നമുക്കില്ല. കറങ്ങുന്ന ഫാനുള്ള റൂമുണ്ട്, കറങ്ങാത്ത ഫാനുള്ള റൂമുണ്ട്. അത് ഏത് വേണോന്നാ ചോദിച്ചേ. അങ്ങനെയാണെങ്കിൽ ഫാസി മതി. പോൾസം വേണ്ടേ? കളിയാക്കിയതാണോ? അല്ലല്ലേ, പൂൾ സാറിന് വേണോന്നായി ചോദിച്ചതേ. സെമ്മിയും പൂളോ? ആ അതെ. അത് വേണമെന്നില്ല അല്ലേ? അപ്പൊ സാറെ നേരെ ഇങ്ങ് പോരി കേട്ടോ. ഒരു കുഴപ്പമില്ല, എല്ലാ സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് തരാം. ശരി. എന്റെ ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ട് ആദ്യമായിട്ടായി കെട്ടിടം ഉണ്ടാക്കിയിട്ട് കല്യാണ പാർട്ടി ഇത് ബുക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പുള്ള പാർട്ടികളായിരുന്നു. ആ പൈസ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. ഹലോ, ഇത് ലോഡ്ജ് അല്ലേ? അല്ലല്ലോ, തെള്ളുക്കുട്ടി ഷാപ്പായിരുന്നല്ലോ. ഒരു കുപ്പി കള്ള്. അന്നാ 2 കുപ്പി കള്ള്. ഇവിടെ തന്റെ കണ്ണിന് കുരുവാണ്. ഇതെല്ലാം എഴുതി KK വില്ല ലോഡ്ജ. ചേട്ടാ നമസ്കാരം. ആ നമസ്കാരം. ഞാൻ ആ യുവജനോത്സവ വേദിയിൽ നിന്ന് ഓടി വരുവാണേ. ഞാൻ അവിടുത്തെ ജഡ്ജായിരുന്നു കേട്ടോ. അപ്പൊ നാട്ടുകാരെല്ലാം എന്റെ പുറകിനുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് 1 മണിക്കൂർ റൂം തരാമോ? എന്നെ പറ്റി എന്നെ സംഭവം എന്നായിരുന്നു? ഞാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഡാൻസിന് മാർക്കിടാൻ പോയതാണ്. എന്റെ ആദ്യ കാരണം വേദി മാറിപ്പോയി. എവിടെ ചെന്നാ കേറിയേ? കഥകളി നടക്കുന്ന സ്ഥലത്ത് കയറി ചെന്ന്. എന്നിട്ട് എന്തോ എഴുതി വെച്ചു? പുഴു അടിച്ചില്ല എന്ന് എഴുതി വെച്ചു. താൻ എന്നാ പുഴുങ്ങിയ ജഡ്ജാണോ? അല്ല, കഥകളിക്ക് പുഴു അടിച്ചില്ലെന്ന്. ഇപ്പൊ അതല്ല പ്രശ്നം. ആ കത്തിവേഷം ചെയ്ത പയ്യനുണ്ടല്ലോ, പുള്ളിയുടെ കയ്യിൽ ഒരു കത്തിയായിട്ട് എന്നെ കുലുത്തി കൊല്ലാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് 1 മണിക്കൂറത്തിന് റൂം. സമാധാനപ്പെട്ട്. അവൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് അവൻ ഇത് കത്തി പറിച്ച് ദൂരെ കളയുന്ന കാര്യം ഞാൻ ഏറ്റവും. നിങ്ങൾക്ക് പുണ്യം കിട്ടും ചേട്ടാ. എന്നിട്ട് ഞാൻ അവന്റെ കയ്യിലോട്ട് മിഷൻ വാൾ എടുത്തു കൊടുക്കും. തന്റെ തല അറുത്ത് കളയാൻ വേണ്ടിട്ട്. അതെ, 1 മണിക്കൂർ മതി. എന്നാ 1 മണിക്കൂർ? 1 മണിക്കൂർ. സുഹൃത്തെ, ഇവിടെ റൂമില്ല. ഇവിടെ റൂം മുഴുവൻ ഫില്ലാണ്. ആര് പൊട്ടിച്ചിട്ട്? എന്നത് റൂം മൊത്തം ചില്ലാന്ന് പറഞ്ഞു. ചേട്ടോ, ചില്ലാന്നല്ല പറഞ്ഞ, റൂം മൊത്തം ഫില്ല. കല്യാണ പാർട്ടിക്ക് കൊടുത്തേക്കോ. പോ ചേട്ടാ പറയുന്നേക്കൂ. 1 മണിക്കൂർ മതി. തലമുടി ഒന്ന് മൊട്ടയടിക്കുന്നു, ഈ താടി ഒന്ന് പഠിച്ചു കളയുന്നു. വേഷം പറ, ഞാൻ വൈകിട്ട് തന്നെ പൊക്കോളാം. എന്റെ സുഹൃത്തെ, ഇത് ബ്യൂട്ടി പാർലർ അല്ല. നിങ്ങളത് മനസ്സിലാക്കി. ഇവിടെ ഇല്ല, റൂമില്ല സുഹൃത്തെ. പോ ചേട്ടാ, 1 മണിക്കൂർ പ്ലീസ്. ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞ നോക്കട്ടെ. ഞാൻ റൂം വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒരു റൂം കിടപ്പുണ്ട്. ഒരു റൂം അരമണിക്കൂറത്തേക്ക് മതി. അരമണിക്കൂർ മതി. ശരി. ഐഡിയ ഉണ്ടോ? എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ വീട് പറ്റിയാൽ മതി. എടോ, അതല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ റൂം എടുക്കണമെന്നുണ്ടെ ആധാർ കാർഡോ ID കാർഡ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് വേണം. തന്നെ ഇതെന്നാണോ ഇതിന്റെ സൈഡ് കത്തിയിരിക്കുന്നത്? അയ്യോ, എന്റെ മുഖമായിരുന്നു അത്. ഒരു കാര്യം ചെയ്യുന്ന പോയിട്ട് അങ്ങോട്ട് വൈകുന്നേരം അങ്ങ് തരാം. അയ്യോ, അത് നിങ്ങൾ ഫോട്ടോ സ്റ്റാൻഡ് കോപ്പി എടുത്തിട്ട് തന്നേര്. അയ്യോ, അങ്ങനത്തെ മെഷീൻ ഇവിടെ ഇല്ല. പിന്നെ എന്തോ ചെയ്യും? ഇത് ഞാൻ വെള്ളപ്പേപ്പറ വരയ്ക്കും. ആണോ? എന്നിട്ട് ഞാൻ മുതലാളി വരുമ്പോൾ പുള്ളിക്ക് കൊടുക്കും. അങ്ങനത്തെ സെറ്റപ്പ്. ശരി, എന്നാ അങ്ങോട്ട് കയറിയോ? കുഴപ്പമൊന്നുമില്ല. എന്നാ അങ്ങോട്ട് കയറിയോ കേട്ടോ. പിന്നെ നമുക്ക് തന്നെ ഇവിടെ ഒരു ഒപ്പിട്ട് തരണം. ഇത് ഇവിടെ ആയിട്ട്. ഇവിടെ ഒരു ഒപ്പിട്ട് തരണം. അതെന്നാ കാണിച്ചേ? കൺവെൻഷൻ വെച്ചിട്ടുണ്ട് മീശയില്. എനിക്ക് എഴുത്തും കാര്യം അറിയത്തില്ല, അതുകൊണ്ട്. അത് ശരി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല. 1 മണിക്കൂറത്തെ കേസ്. വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. നല്ല വൃത്തിയാ. പിന്നെ വേറൊരു കാര്യം, അപ്പൊ 230 രൂപ അഡ്വാൻസ് വേണം. അയ്യോ, പൈസ ഒന്നും വിഷയമില്ല. ആണല്ലോ. ജീവനെക്കാട്ട് വലുതാണോ പൈസ? ഓക്കെ. എടുക്കല്ലേ. ഇങ്ങോട്ട് മാറില്ല. അതിനെടുത്ത് എടുത്തോ? ആയിട്ടുണ്ട്. കാണിച്ചേട്ടാ. എന്തോന്ന്? അപ്പൊ എന്റെ ഫോട്ടോ ഒന്ന് കാണിച്ച. ഫോട്ടോ ഇപ്പൊ എടുത്ത ഫോട്ടോ എടുത്തല്ലേ? നിങ്ങളുടെ അക്കൗണ്ടോട്ട് ഞാൻ പൈസ ഇട്ടല്ലേ? എനിക്ക് അതിന് അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതെല്ലാം അറിയത്തില്ലേ? അതെനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിച്ചേ. ചേട്ടാ, ഇത് ഭയങ്കര ഐശ്വര്യമുള്ള പടം. ഓരോ ആൾക്കാർ കടയിൽ ചെന്ന് സാധനം മേടിച്ചിട്ട് ഇതിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോയോ? ഇത് നമ്മുടെ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ അപ്പുറത്തെ പെയിന്റ് കടയിൽ നിന്ന് അടിച്ചോണ്ട് പോകുന്ന. ഇത് വെച്ചിട്ട് ഐശ്വര്യം കയറുന്നുണ്ടോ? സംബന്ധിച്ചാല് റൂമൊക്കെ ഫില്ലാവുന്നുണ്ടേ, പക്ഷെ പൈസ വന്ന് ചേരുന്നില്ല. വന്ന് ചേരേണ്ടവർക്ക് കൃത്യമായിട്ട് ചേരുന്നുണ്ട്. ആണല്ലേ? പിന്നെ അപ്പൊ ഓക്കെ. എന്നാ ഓക്കെ. അപ്പൊ കുഴപ്പമില്ലല്ലോ, സംഭവം ഓക്കെ ആണല്ലോ. കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, 1000 രൂപ നിങ്ങൾ അഡീഷണൽ തരുവാണെങ്കിൽ വൈകിട്ട് നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും സെറ്റ് ചെയ്യാം. ഈ ചെറിയ സെറ്റപ്പില്ല. കാരണം വലിയ ഹോട്ടലൊക്കെ ആകുമ്പോൾ അവിടെ DJ പാർട്ടിയൊക്കെ അല്ലേ. ഇവിടെ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും. വെളിയിൽ നിന്ന് വന്ന് പാടും പിള്ളേർ? ഇല്ല. നിങ്ങൾ ഈ തരുന്ന 1000 രൂപയ്ക്കൊന്ന് ഞാനൊരു കുറഞ്ഞ പൈന്റ് മേടിക്കും. എന്നിട്ട് മൂത്തിട്ട് ഇവിടെ തൊട്ടിട്ട് നാടൻ പാട്ടം പാടും. അപ്പം ദൃശ്യാവിഷ്കാരം 3 എണ്ണം അടിച്ചാൽ പിന്നെ എനിക്ക് തുണി പോലും കാണുമല്ല. അതിൽ പരം ദൃശ്യാവിഷ്കാരം എവിടെ ഇരിക്കുന്നു? മതിയോ? മതി. പിന്നെ
ഈ തരം താൻ പാവയാണോ? അതല്ലെന്ന് റൂമിന്റെ കീ. ഓക്കെ, ഇത് കൊണ്ടുപോ. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് തരണേ. ഇതെന്തിനാ? അതിട്ട് തോത്താലേ എന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുള്ളൂ, അതുകൊണ്ടാ. മറ്റേ എല്ലാത്തിനും ഒരു താക്കോലാണോ? ഇയാള് പോയി താമസിക്കണേ, ചെല്ലു പോ. എന്തൊരു സ്മെല്ലാണോ ഇതിനകത്ത്? എന്നാ ഇത് ബാത്റൂം ആണോ അതോ ടോയ്ലറ്റ് ആണോ? എന്തോ റൂമാണോ? എന്തോ സ്മെല്ലാണോ? സ്മെല്ല്. സുഹൃത്താ, നിങ്ങൾക്ക് ഈ ഹോട്ടലിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തോണ്ടാ ബ്രിട്ടീഷുകാർ വരെ വന്ന് താമസിച്ച ഹോട്ടൽ അറിയാമോ നിങ്ങൾക്ക്? ചുമ്മാതല്ല അവര് നാട് വിട്ടു പോയത്. പിന്നെ അല്ലാതെ അവരൊരു കുറച്ചില് പോലെ. എടോ, പ്രേം നസീർ, ജയൻ സാറ്, മധു സാറ്, എത്ര നടന്മാർ ഇവിടെ വന്ന് താമസിച്ച ഹോട്ടലിൽ തനിക്കറിയാമോ? ടോയ്ലറ്റ് ഉണ്ടോ? ടോബിനോ തോമസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അവരൊന്നും ഇവിടെ വലിയ വലിയ ഹോട്ടലിലായിരിക്കും താമസിക്കുന്നത്. ടോയ്ലറ്റ് ഉണ്ടോന്ന്? അതൊന്നും കക്കൂസ് ഉണ്ടോ? ആ കക്കൂസ് ഇവിടെ ആ കാണുന്ന കക്കൂസ്. അതിന് കഥവില്ലല്ലോ. അത് പുതിയ സിസ്റ്റമാണ്. എന്തോന്ന്? നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് അതിന് മുന്നിൽ ചെന്ന് ഇങ്ങനെ കൈ അടിക്കണം. അപ്പൊ അമ്മിണി അരികൾ എന്ന് പറഞ്ഞൊരു ചണച്ചാക്ക് വന്നു. അതാണ് ഇതിന്റെ കഥ. എന്റെ സുഹൃത്ത്, ഇത് ഇങ്ങോട്ടിറങ്ങിക്കോ. 230 കുടുംബം തന്നിട്ട് തനിക്ക് രാജകൊട്ടാരത്തിൽ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. വരുന്ന കസ്റ്റമറോട് മാന്യമായിട്ട് പെരുമാറും. പിന്നെ അല്ലാതെ ഞാൻ ഇങ്ങനെ ഒന്നും ജീവിക്കേണ്ട മനുഷ്യനല്ലേ. പിന്നെ എന്റെ അവസ്ഥ കേട്ട് കഴിഞ്ഞാൽ എന്റെ പപ്പ നല്ല ബിസിനസ് ആയിരുന്നു. ഞാൻ പിന്നെ അത് ചെയ്ത് ജീവിക്കാൻ നല്ല കാശ് കിട്ടുമായിരുന്നല്ലോ. എന്തോന്ന്? പപ്പയുടെ ബിസിനസ്. പപ്പയുടെ ബിസിനസ് അല്ല, എന്റെ പപ്പ നല്ല ബിസിനസ്സുകാരനാണ്. പൊളിഞ്ഞു പോയി. അതാണോ നല്ല ബിസിനസ് എന്ന് പറഞ്ഞു? അല്ല, ബിസിനസ് പൊളിഞ്ഞു പോയി. അതോടുകൂടി എന്റെ വീട് ഇരുട്ടായി. കഷ്ടം. പോകാത്ത അമ്പലങ്ങളില്ല, ചേരാത്ത നേർച്ചകളില്ല. ഏറ്റവും ഒടുവിൽ ആ ഇരുട്ടത്തുനിന്ന് അവരെ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. എന്റെ ഈ എച്ചിത്തരം നിർത്തിട്ടാ കറണ്ട് ബില്ല് കൊണ്ടടക്കും. ഒന്നും ഞാൻ അതിനകത്തോട്ട് ഞങ്ങൾ ചെന്ന് കയറി കേട്ടോ. ഒരു സമാധാനം. എന്തോ പറയുന്നത്? എടോ, ഇയാൾക്ക് റൂം വേണമെന്നുണ്ടെ ചെന്ന് താമസിക്കില്ലേ? പോ. അതെ, തൊണ്ട വരളുന്നുണ്ട്. തണുത്ത വെള്ളം ഉണ്ടാവുമോ അതിനകത്ത്? അയ്യോ, ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുക. ഫ്രിഡ്ജോ? ആ ഫ്രിഡ്ജ് കൊണ്ടുപോകണം. ഞാൻ എടുത്തോണ്ട് പോകണം. പോണം. ഞാൻ കൊണ്ടുപോയി നിങ്ങളോട് വെക്കിങ് കിട്ടും. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ പൊങ്ങും. ഇയാൾക്ക് തണുത്ത വെള്ളം വേണമെന്നുണ്ടെ ഫ്രിഡ്ജ് കൊണ്ടുപോകുന്നു. ഫ്രിഡ്ജാ? ഇതെന്തോ ഇത്? ഇത് ഫ്രിഡ്ജ്. ഇയാൾക്ക് തണുത്ത വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കും. ഇവിടുത്തെ ഫ്രിഡ്ജ് ഇതാ സുഹൃത്തെ. എന്റെ പൊന്ന ചേട്ടാ, വലിയ തോൽവി. അയാൾ ചെന്ന് കയറുന്നുണ്ടെ കയറി പോ. പിന്നെ പെട്ടെന്ന് മോളോട്ട് പോകാൻ എന്താ മാർഗം? ആ കട്ടിലടി കുരുടാനിരിപ്പുണ്ട്, എടുത്ത് അങ്ങ് കുടിച്ചാൽ മതി. അതല്ലെന്ന് തനിക്ക് എന്നാക്ക വേണ്ടത്? ഇയാൾക്ക് റൂമും അകത്തോട്ട് സ്റ്റെപ്പ് ഉണ്ടോളൂ. ഇയാൾക്ക് കിടക്കുന്നുണ്ടോ? ഞാൻ കിടന്നോളാം. 1 മണിക്കൂർ കിടക്കാൻ വേണം. പോടാ അവിടുന്ന്. അല്ല പിന്നെ ആണ്ടേ കേട്ടോ. അയ്യോ, ഇത് അടച്ചോ? അടച്ച്. ആണ്ടേ, ഇത് ശൈവമേ, ഇത് അടയ്ക്കരുതായിരുന്നു. പിന്നെ അടയ്ക്കണം. ഞാൻ കുളിക്കാൻ പോവാ. സംശയം ഉണ്ടേ വന്ന് നോക്ക്. പിന്നെ തമന്നല്ല അവിടെ ഒന്നുകൊണ്ട് കുളിക്കുന്നത്. ഞാൻ വന്ന് നോക്കാം. ചേട്ടാ, ഇത് എന്നറിയാം, മിനിഞ്ഞാൻ ഇതിനകത്തൊരുത്തും തൂങ്ങി ചത്തപ്പോൾ പോലീസുകാർ ചവിട്ടി പുറത്താന്ന്. അയ്യോ, തൂങ്ങി ചത്തത് റൂമൊക്കെ ഒന്നും എനിക്ക് തരുന്നേ. ചേട്ടാ, ഇത് എന്തിനാ അടച്ചത്? ഇത് അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചവിട്ടി പൊളിക്കണോ? ചവിട്ടി പൊളിക്കരുത്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും. ചേട്ടാ, സമാധാനപ്പെടും. നമുക്ക് എല്ലാത്തിനും സമാധാനമല്ല വേണ്ടേ? തുറക്കണോ? ചേട്ടൻ ഒന്ന് കുളിക്കാൻ നേരം ഞാൻ ഇതുപോലെ ചുറ്റി വെച്ച് ഞാൻ തല്ലി പൊളിച്ചെടുക്കാൻ. ഞാനത് ആയിക്കോട്ടെ. ശരി. അയ്യോ, പാമ്പ്! അയ്യോ, പാമ്പ്! എടുക്കല്ല. ആ പ്ലംബിംഗുകാരൻ മറന്നിട്ടിട്ട് പോയതായിരിക്കും. പമ്പല്ലട പൊട്ട, പാമ്പ്. പാമ്പോ? എവിടെ നിന്നില്ല, എല്ലായിടത്തും കൊത്തുന്ന പാമ്പാ അത്. എന്റെ ദൈവം, പാമ്പ്! തുറക്കണം. ഞാൻ ചവിട്ടി പൊളിക്കും. പൊളിക്കും കേട്ടോ. നിങ്ങളൊന്ന് പിടക്കാതെ നിൽക്കണം മനുഷ്യൻ. ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ. ഒരു അരമണിക്കൂറേ ചേട്ടൻ ആ പാമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒന്ന് നിൽക്കാവോ? പിന്നെ ഞാൻ വളച്ചോണ്ട് വന്ന സെറ്റപ്പ് അല്ലേ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ചവിട്ടി തുറക്കും. ഞാൻ ചവിട്ടി തുറക്കും. തുറക്കണോ? ഇത് എന്റെ സുഹൃത്ത്, അത് തുറക്കാൻ ഒരു മാർഗമില്ല. എന്റെ പാന്റ് കഴുകിയിട്ടേക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അപ്പുറത്ത് എന്നിട്ട് ആ വനിതാ ഹോട്ടലിലെ ചേച്ചിമാരെ കൊണ്ട് വിളിച്ചിട്ട് ഉടനാണിയില്ലല്ലോ എനിക്ക്. ഞാനൊരു കാര്യം ചെയ്യാം. തുറക്ക്. എനിക്ക് പേടി ചേട്ടാ അങ്ങോട്ട് വരാൻ. അതുകൊണ്ടാ. പേടിയോ? ഞാനൊരു ചെറിയ കുപ്പി തരാം. പിന്നെ അതിനകത്ത് ആ പാമ്പിനെ അങ്ങ് കയറ്റാവോ? പിന്നെ പാമ്പിനെ അച്ചറായിട്ട് വെച്ചേക്കുമല്ലോ കുപ്പിക്കകത്ത് കയറ്റാൻ. ഇവരെ കടിക്കാണെങ്കിൽ തുറക്കണോ? ഇത് ചേട്ടാ, നിങ്ങളോട് പിടക്കാതെ ഞാൻ ഒന്ന് നോക്കട്ടെ. കിടന്ന് എഴയും അത് പൊളയും അത് ആണോ? ഞാനൊരു കാര്യം ചെയ്യാം. അറ്റ കയ്യാ. ഇച്ചിരി വെളുത്തുള്ളി ചതച്ചങ്ങ് തരട്ടെ. പിന്നെ പാമ്പിന് ഗ്യാസ് കയറി ഇരിക്കുമല്ലോ, വെളുത്തുള്ളി കൊടുക്കാൻ. പൊട്ട വന്ന് തുറക്കണോ? ഞാൻ നോക്കട്ടെ. പാമ്പുണ്ടോ നോക്കട്ടെ. അങ്ങോട്ട് പറഞ്ഞു. ഇത് എറിയ പാമ്പ്. അവിടെ കട്ടിലിനടിയിലാണോ പാമ്പ്? ഇത് ബെൽറ്റ്. ആവശ്യമില്ലാത്ത കേറുകയും ചെയ്തിട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചേട്ടൻ ഒരു അരമണിക്കൂർ ഇതിനകത്ത് നിൽക്ക്. ഞാൻ ആ കവല ചെന്ന് ഏതെങ്കിലും പാമ്പിനെ പിടിക്കുന്ന ചേട്ടന്മാരുണ്ട്, പിടിച്ചോണ്ട് ഓടി. അതിനു മുമ്പേ പാമ്പ് കൊത്തി തിന്നുകൂടാ. മിണ്ടായിരിക്കണേ ചേട്ടോ. എന്തോ ചേട്ടോ? ചേട്ടാ, കഥകളി വേഷം ചെയ്യുന്ന ചേട്ടന്മാരും ചേട്ടാ 5-6 ചേട്ടന്മാര് കുറെ പത്തല് പാട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്കൂളിൽ നിന്നോ അവരെന്നെ തല്ലി കൊല്ലൂടാ. അയ്യോ, പിന്നെ അവരെന്നോട് വന്ന് ഞാൻ ചേട്ടനെ ചെയ്ത് വെച്ചാൽ ഞാൻ എന്തോ പറയും? അവരന്വേഷിച്ച് വരുന്ന ആള് പാമ്പ് കൊത്തി ചത്തെന്ന് പറയണ.